അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം പിടികൂടിയ സുമാമ, നമ്മൾ പറഞ്ഞു നജിദിലെ ഒരു ധനികനായിരുന്നു, വ്യാപാരിയായിരുന്നു, കർഷകനായിരുന്നു, വലിയ ആളാണ്. പക്ഷേ നജിദിലെ യമാമ എന്ന് പറയുന്ന സ്ഥലത്ത്, നജിദിൻ്റെ പ്രദേശത്തുള്ള യമാമയാണ് ശരിക്കും ഈ സുമാമയുടെ സ്ഥലം. അപ്പോൾ അവിടെയാണ് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ. അന്ന് അദ്ദേഹം കള്ളപ്രവാചകത്വം വാദിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷേങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു മനസ്ഥിതിയുമായി നടക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഈ മുസൈലിമയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയും ചതിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ സുമാമയുടെ വരവ്, സത്യം പറഞ്ഞാൽ. അപ്പോൾ വേഷം മാറി വേഷപ്രശ്നനായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, സുമാമയെ ഒന്നും ചെയ്യണ്ട, വലിയൊരു വ്യാപാരിയാണ്, മാത്രമല്ല വലിയൊരു ധനികനായ ആളാണ് ഒന്ന്. രണ്ടാമത്തേത്, അദ്ദേഹം മുസൈലിമയുടെ ആളാണ്. മുസൈലിമ കുറച്ച് സ്വാധീനമുള്ള ഒരാളാണ് യമാമയിലെ. അപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങനത്തെ ഒരാളെ അയാൾ വ്യക്തമായും ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വരികയാണ്. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം വേഷം മാറി പ്രച്ഛന്നനായി മദീനയിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തെ വധിച്ചു കളയേണ്ട തരത്തിലുള്ള ഒരു തെറ്റില്ല. അതേസമയം അദ്ദേഹം വളരെ ഗുരുതരമായ ഒരു മാനസികമായ നിലയിലുള്ള ആളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവരോട്, സുമാമയെ തൽക്കാലം ഇവിടെ തടവിൽ വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ തടവ് എന്ന് പറഞ്ഞാൽ അന്ന് ജയിലുകളോ ലോക്കപ്പുകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. മൊത്തത്തിൽ അങ്ങനത്തെ വികാസങ്ങളൊന്നും മനുഷ്യകുലത്തിൽ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ അങ്ങനെ അങ്ങനെ വിചാരണ ചെയ്യേണ്ട ഒരു തടവുകാരനെ വെക്കേണ്ട ഒരു സാഹചര്യം ഒന്നും സാമൂഹ്യമായി ഒന്നില്ല താനും. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞപ്പോൾ, അതായത് സുമാമയെ തൽക്കാലം തടവിൽ വെച്ചാന്ന് പറയുമ്പോൾ പള്ളിയിൽ തന്നെ ഒരു തൂണിൽ സുമാമയെ കെട്ടിയിട്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബി വളരെ അനുനയത്തിൽ വളരെ സ്നേഹത്തോടെ ചോദിച്ചു, കൈഫ ബികയ സുമാമ, എന്താ സുമാമ, എന്തൊക്കെ വർത്താനം എന്ന് ചോദിച്ചു. സുമാമ പറഞ്ഞു, സുമാമ, എൻ്റെ അടുക്കൽ എന്തി ഖൈറുൻ യാ മുഹമ്മദ്, എൻ്റെ അടുക്കൽ ഖൈറേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇൻ തഖ്തുൽ ദാദമീൻ വൈൻ തുൻഇം അലാ ഷാക്കിരീൻ വൈൻ കുന്ത തുരീദു മാലൻ ഫസൽ തുഅത മിൻഹു മാ ശിഅത. തുമാമ അതാ പറഞ്ഞത്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ അടുക്കൽ ഖൈർ മാത്രമേ ഉള്ളൂ, ഞാൻ നന്മ മാത്രമേ എപ്പോൾ ആലോചിക്കുന്നുള്ളൂ. താങ്കളെങ്ങാനും എന്നെ കൊല്ലുകയാണെങ്കിൽ അതിന് തീർച്ചയായും പ്രതികാരം ചെയ്യപ്പെടും. അല്ല, എന്നെ നിങ്ങൾ വെറുതെ വിടുകയാണെങ്കിൽ, എന്നെ നിങ്ങൾ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ എന്നൊരു നന്ദിയുള്ളവനായിരിക്കും നിങ്ങളോട്. തുൻഇം അലാ ഷാക്കർ, അല്ല നിങ്ങൾക്ക് പണമാണ് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ, അത്ര ഞാൻ തന്നോളാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം നമ്മൾ ഇത്തരം രംഗത്തൊക്കെ മനസ്സിലാക്കണം. നബി സുമാമയുടെ മുഖത്ത് നോക്കി വെറുതെ ഒരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് നബി അങ്ങോട്ട് പോയി, ഒന്നും പറഞ്ഞില്ല. നോക്കൂ, നബിയുടെ സമീപനത്തിൻ്റെ ആ ഒരു സ്ഫുടത, ആ ഒരു മാനസികമായ തലമാണ് ഈ പറയുന്നത്. അതായത് നിന്നെ കൊല്ലാൻ പോകുന്നു, അതൊക്കെ നിൻ്റെ വെറുതെ തോന്നലാണ്. നിന്നെ വെറുതെ വിട്ടാൽ നീ എന്നോട് നന്ദി ചെയ്യും, അതൊക്കെ നിൻ്റെ വെറും വർത്തമാനമാണ്. നിനക്ക് പണം വേണോ, ഞാൻ എത്ര വേണമെങ്കിലും തരാം, അതൊന്നും വലിയൊരു വിഷയമല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പുഞ്ചിരിയുടെ മൂന്നർത്ഥം ഇതാണ്. സുമാമ പറഞ്ഞ 3 കാര്യങ്ങൾക്കുള്ള മറുപടി ആയിരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പുഞ്ചിരിച്ച് പോയി. പിറ്റേന്ന് വീണ്ടും നബി സുമാമയുടെ അടുക്കൽ വന്നു. കൈഫ ബിക യാ സുമാമ, ഇതൊക്കെയുണ്ട് സുമാമ. എന്തി ഖൈറുൻ യാ മുഹമ്മദ്. സുമാമ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പോഴും ഖൈർ തന്നെ, സ്റ്റിൽ ഒരു ദിവസം ഞാൻ നിങ്ങളുടെ തടവിലാണെന്നാലും ഞാൻ ഖൈർ തന്നെയാണ്. അപ്പോൾ വൈൻ തഖ്തുൽ ദാദമീൻ, എന്നെ കൊന്നാൽ
അതിന് എൻ്റെ ആൾക്കാർ പ്രതികാരം ചെയ്യും. അപ്പോൾ സൂക്ഷിച്ചു വേണം. വൈൻ തുന്നം മലാശാക്കയും, നീ എന്നോട് നന്ദി ചെയ്യുമെങ്കിൽ എന്നും നന്ദി ചെയ്യുന്ന ഒരാളോടായിരിക്കും താങ്കൾ നന്ദി ചെയ്യുക. പണം വേണമെങ്കിൽ എത്ര വേണോ ഞാൻ തരാം. നബി അന്നും ചിരിച്ചു. അങ്ങനെ പിറ്റേന്നും ഉണ്ടായി. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിലൊരു കാര്യമുണ്ട്. മദീന പള്ളി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഇസ്ലാമിലെ പള്ളികളൊന്നും സത്യത്തിൽ വെറും ആരാധനകൾ സംഘടിതമായി നിർവഹിക്കാൻ മാത്രമുള്ള സ്ഥലങ്ങളല്ല. അതവർക്ക് പാർലമെൻറ്റ് കൂടിയാണ്. അവരുടെ ഏറ്റവും സുപ്രീമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള സ്ഥലമാണ് സത്യത്തിൽ പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി പ്രത്യേകിച്ചും അതായിരുന്നു. മദീനയിലെ മുസ്ലിമീങ്ങളുടെ ജീവിതം മസ്ജിദുൻ നബവിയിലാണ് കേന്ദ്രീകരിക്കുന്നത്. അവരിൽ ഒരാളും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഒരാവശ്യത്തിനല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിൽ നിരന്തരമായി വന്നും പോയും ഇരിക്കുന്ന ബന്ധപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു മസ്ജിദുൻ നബവി. ഒന്നത്. രണ്ട്, അവരുടെ ജീവിതത്തിലെ നിസ്കാരം എന്ന കാര്യത്തിന് വേണ്ടി മാത്രമല്ല അവർ വന്നിരുന്നതും പോയിരുന്നതും, മറിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ പങ്കുവെക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സുമാമ ഈ 2 ദിവസവും മുസ്ലിമീങ്ങളുടെ ജീവിതം, ഇസ്ലാമിനോടുള്ള അവരുടെ വിധേയത്വം, അവരുടെ പ്രവാചകനോടുള്ള അദ്ദേഹത്തിൻ്റെ വിധേയത്വം, അവരുടെ ഉന്നതമായ സ്വഭാവങ്ങൾ, അതിലേറെ ഒന്ന് മികച്ചു നിൽക്കുന്ന അവരുടെ പ്രവാചകൻ്റെ സ്വഭാവം, ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു, അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തുണ്ട്, കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും സമയാസമയത്ത് മദീനക്കാരായ സഹാബിമാർ ഉണ്ടില്ലെങ്കിലും സുമാമക്ക് ഊണെത്തിച്ചു കൊടുക്കും, വെള്ളം എത്തിച്ചു കൊടുക്കും, എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. വളരെ മാന്യമായും വളരെ പൊളൈറ്റായിട്ടുമാണ് അവർ സുമാമയോട് പെരുമാറുന്നത്. അങ്ങനെ ചുരുക്കി പറയാം, 3-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. എന്തൊക്കെയാ സുമാമ, വല്ലതും മാറിയോ എന്നാണ് നബി അന്വേഷിക്കുന്നത്. ഇല്ല. യാ മുഹമ്മദ് ഇൻ തഖ്തുൽ തഖ്തുൽ ദാദമീൻ വഇൻ തുൻഇം അലാ ഷാക്കിരിൻ വഇൻ കുന്ത തുരീദു മാല ഫസൽ തുഅത മിൻഹു മാ ശിഅത. ഇത്രേ പറയാനുള്ളൂ. നബി പറഞ്ഞു, ഹല്ലു, അഴിച്ചു വിട്ടേക്കും, പോട്ടെ. സുമാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചു. സുമാമ അവിടെ നിന്നിറങ്ങി നേരെ തൊട്ടടുത്ത് ഒരു നഹലയുണ്ട്, ഒരു ഈന്തപ്പനത്തോട്ടം. ഈന്തപ്പനത്തോട്ടങ്ങളിൽ സ്വാഭാവികമായും വെള്ളത്തിൻ്റെ ഒരു സ്രോതസ് ഉണ്ടായിരിക്കും. കുളമാകാം, കിണറാവാം, എന്തും ആവാം. അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഘടന അതാണ്. അവിടെ പോയി സുമാമ വസ്ത്രമൊക്കെ മാറ്റി അല്ലെങ്കിൽ ഒക്കെ വൃത്തിയാക്കി കുളിച്ച് ശുദ്ധിയായിട്ട് നേരെ നബിയുടെ മുമ്പിലേക്ക് വീണ്ടും ഘട്ടന വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നോക്കൂ, ഇവിടെ സുമാമയെ ഇസ്ലാമിലെത്തിച്ച ഘടകം ഏതാണ്? തീപ്പൊരി പ്രസംഗമാണോ? ഭീഷണിയാണോ? ആയുധമാണോ? ഒന്നുമല്ല, സമീപനം മാത്രമാണ്. ഈ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ, പ്രബോധനം ചെയ്യാൻ നമ്മൾ ഓരോ വിശ്വാസിയുടെയും കരങ്ങളിലുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ സ്വഭാവമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.